ദുൽഖർ സൽമാൻ മൂവി ലക്കി ഭാസ്കർ 14-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഒരിടത്ത് വലിയ രീതിയിലുള്ള മാന്തിലും ചൊറിച്ചിലെല്ലാം കണ്ടു. അവർ പറയുന്നത് ഇങ്ങനെ: ഇത്രത്തോളം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഒരു ചിത്രത്തിന് എന്തുകൊണ്ട് ഇനിയും 100 കോടി ആവുന്നില്ല? ഒരിക്കലും ദുൽഖർ സൽമാന് കളക്ഷനിൽ 100 കോടിയിൽ എത്താൻ സാധിക്കില്ല എന്നൊക്കെയാണ് അവർ വാചാലമായി സംസാരിക്കുന്നത്. എന്നാൽ അവരോട് പറയാനുള്ളത്, ഈ ഒരു സിനിമയുടെ കളക്ഷൻ 11 ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് വൈഡിൽ നിന്ന് 96 കോടി 80 ലക്ഷം രൂപ നേടിയ ഒരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ 12-ാം ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ മാത്രം ദുൽഖർ സൽമാൻ പുറത്തുവിട്ടിരുന്നില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലെയും കളക്ഷൻ 11 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ദുൽഖർ സൽമാൻ ഓരോ ദിവസത്തെയും കളക്ഷൻ അപ്ഡേറ്റ് നൽകി വരുന്നുണ്ടായിരുന്നു. അവസാനം ദുൽഖർ സൽമാൻ നൽകിയ കളക്ഷൻ അപ്ഡേറ്റ് 96 കോടി 80 ലക്ഷം രൂപയാണ് 11 ദിവസങ്ങൾ കൊണ്ട്. അതിനുശേഷം ദുൽഖർ സൽമാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം 100 CR ശേഷം മറ്റൊരു കളക്ഷൻ അപ്ഡേറ്റ് നൽകിയാൽ മതി എന്ന്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് 12 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 100 CR എത്തിയിട്ടില്ല, അതിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് എന്ന്. 13 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 102 കോടിയോളം എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇന്ന് ദുൽഖർ സൽമാൻ FBയിലൂടെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ 100 അല്ല 101% ചാൻസ് ഉണ്ട്. ദുൽഖറിന് 100 കോടി ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുത്തു പറഞ്ഞേക്ക്, 100 അല്ല മക്കളെ 102 ആയിട്ടുണ്ട്, ഇനിയും ഇത് അങ്ങോട്ട് പോകുമെന്ന്. അതും അന്യഭാഷയിൽ പോയിട്ട് ഞെട്ടിച്ച വിജയം കൈവരിച്ച താരം 5 ലാംഗ്വേജുകാരുടെ മുത്തായി മാറുകയാണ് ദുൽഖർ സൽമാൻ. അല്ലു അർജുനും മഹേഷ് ബാബുവും ജൂനിയർ NTRും രാം ചരണും വിജയ് ദേവരകൊണ്ടയൊക്കെ അടക്കി വരുന്ന തെലുങ്കിൽ പോയിട്ട് ഇത്രത്തോളം മാസ് കാണിക്കാൻ മലയാളത്തിൽ മറ്റൊരു നായകൻ ഇല്ല എന്ന് വേണം പറയാൻ. ഇനിയും ഇതുപോലുള്ള വലിയ സിനിമകളും അതർ ഭാഷയിൽ ദുൽഖർ സൽമാനെ കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിലും ആ ചിത്രങ്ങളൊക്കെ ഇതിലും വലിയ വിജയങ്ങൾ കൈവരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം തന്റെ താരമൂല്യം എല്ലാ ലാംഗ്വേജിലും വർദ്ധിപ്പിച്ചിരിക്കുന്നു ദുൽഖർ സൽമാൻ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.